നമസ്കാരം. ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് കുട്ടികളിലെ ഫോറിൻ ബോഡി ആസ്പിറേഷനെ കുറിച്ചാണ്. പലപ്പോഴും ചെറിയ കുട്ടികൾ, അതായത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, നെഞ്ചിലെ കഫക്കെട്ട്, റിപ്പീറ്റഡ് ആയിട്ടുള്ള പനി, ഇങ്ങനെ പലപ്പോഴും ആശുപത്രികളിൽ വരാറുണ്ട്. എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ പലപ്പോഴും നോർമലായിരിക്കും. അല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് തന്നെ നമുക്ക് പലപ്പോഴും ന്യൂമോണിയയുടെ പാടുകൾ പോലെയോ കഫക്കെട്ട് പോലെയോ കണ്ടുപിടിക്കേണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളിലാണ് നമ്മൾ പലപ്പോഴും ഫോറിൻ ബോഡി ആസ്പിറേഷൻ എന്ന് സംശയിക്കുന്നത്. എന്താണ് ഫോറിൻ ബോഡി ആസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ശ്വാസകോശത്തിലോ ശ്വസനനാളികളിലോ പുറമേൽ നിന്നുള്ള വസ്തുക്കൾ, അത് ഭക്ഷണ പദാർത്ഥങ്ങളാവാം, പലപ്പോഴും കുട്ടികൾ കളിക്കുന്ന ടോയ്സിൻ്റെ കുറച്ച് പാർട്ടുകളായിരിക്കാം, ഇതൊക്കെ അറിയാതെ ശ്വസനനാളികളിലോട്ട് പോകുന്നതിനെയാണ് ഫോറിൻ ബോഡി ആസ്പിറേഷൻ എന്ന് പറയുന്നത്. ഇന്നിവിടെ നമുക്ക് പ്രസൻറ്റ് ചെയ്തത് 15 മാസമായിട്ടുള്ള ഒരു കുട്ടിയാണ്. പനിയോടുകൂടിയും വളരെ ഉയർന്ന കൗണ്ടോടു കൂടിയാണ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെയധികം റെസ്പിറേറ്ററി ഡിസ്ട്രെസ്സോട് കൂടിയിട്ടാണ് കുട്ടി പ്രസൻറ്റ് ചെയ്തത്. എക്സ്റേയിൽ ന്യൂമോണിയയുടെ പാടുകൾ ഉണ്ടായിരുന്നു. കുട്ടീനെ ഉടനടി വെന്റിലേറ്ററിലോട്ട് മാറ്റേണ്ട അവസ്ഥ പോലും ഉണ്ടായി. അങ്ങനെയുള്ള അവസ്ഥയിലാണ് പീഡിയാട്രീഷ്യൻ ഫോറിൻ ബോഡി ആസ്പിറേഷൻ എന്നുള്ള കാര്യം സസ്പെക്റ്റ് ചെയ്തത്. കുട്ടിക്ക് സിംറ്റംസ് തുടങ്ങിയിട്ട് 3 ദിവസമായിട്ടുണ്ടായിരുന്നു. വേറൊരു ആശുപത്രിയിൽ പോയിരുന്നു. പക്ഷേ ഹിസ്റ്ററി എന്ന് പറയുന്ന കാര്യം മാതാപിതാക്കളിൽ നിന്ന് എടുക്കേണ്ട ഒരു കാര്യമാണ്. അത് ഈ പീഡിയാട്രിക്സിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾ സംസാരിച്ചു തുടങ്ങുന്ന അവസ്ഥയാവുന്നു. ഇപ്പോൾ 15 മാസമായി കഴിയുമ്പോൾ സംസാരിച്ചു തുടങ്ങുന്ന അവസ്ഥയായിട്ടുണ്ടാവില്ല. അപ്പോൾ ബേസിക്കലി അമ്മ അല്ലെങ്കിൽ രക്ഷകർത്താവിൽ നിന്ന് വേണം ഹിസ്റ്ററി കിട്ടാനായിട്ട്. ആ ഹിസ്റ്ററി പ്രോപ്പറായിട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇതൊരു സസ്പീഷൻ എന്നുള്ള രീതിയിൽ ഫോറിൻ ബോഡി ആസ്പിറേഷൻ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പം ഈ കാര്യത്തിൽ കുട്ടിക്ക് ബദാം കൊടുത്തിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഉടനടി വെന്റിലേറ്ററിലേക്ക് മാറ്റപ്പെട്ട കുട്ടീനെ നമ്മൾ ബ്രോങ്കോസ്കോപ്പി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊസീജിയറാണ് ചെയ്തിട്ടുള്ളത്. ബേസിക്കലി ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്ന പ്രൊസീജിയർ ഫോറിൻ ബോഡികൾ റിമൂവ് ചെയ്യാനായിട്ട് 2 തരത്തിലാണ് ചെയ്യുക. ഒന്ന് റിജിഡ് ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്ന ഒരു പ്രക്രിയയും, 2 ഫ്ലെക്സിബിൾ ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്ന പ്രക്രിയയും. പലതരം ഫോറിൻ ബോഡികൾക്ക് പലതരത്തിലുള്ള സ്കോപ്പികളാണ് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുക. ഈ കുട്ടിക്ക് നമ്മൾ ഫ്ലെക്സിബിൾ ബ്രോങ്കോസ്കോപ്പിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കേസിൽ ഉണ്ടായ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 ലങ്സിലും ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള ഫോറിൻ ബോഡീസാണ് ഉണ്ടായിരുന്നത്. അതായത് 2 ശ്വാസകോശത്തിലും ശ്വസനനാളികളെ അടഞ്ഞു നിർത്തുന്ന രീതിയിലായിരുന്നു ഫോറിൻ ബോഡി ബദാം ഉണ്ടായിരുന്നത്. അപ്പോൾ 2 ലങ്സിനെയും ഒരുപോലെ ബാധിക്കുന്ന അവസ്ഥ വന്നു കഴിയുമ്പോഴാണ് പെട്ടെന്ന് ഓക്സിജൻ കുറഞ്ഞു പോകുന്നതും, അതുപോലെ തന്നെ വളരെയധികം ഡിസ്ട്രെസ്സിങ് ആയിട്ടുള്ള എമർജൻസി പോലെയുള്ള സിറ്റുവേഷനിലേക്കും കുട്ടി എത്തിപ്പെട്ടത്. അതിൻ്റെ കൂടെ ഈ ശ്വസനനാളികൾ നമുക്ക് ഒരു ദ്രവരൂപത്തിലോ അല്ലെങ്കിൽ ഖരരൂപത്തിലോ ഉള്ള വസ്തുക്കളാൽ ബ്ലോക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വായു സഞ്ചാരം നഷ്ടപ്പെടുകയും അതിന് തൊട്ടപ്പുറത്ത് ആയിട്ടുള്ള ഏരിയകളിൽ കഫക്കെട്ട് വരികയും ന്യൂമോണിയ പോലുള്ള ഇൻഫെക്ഷൻസ് വരികയും ചെയ്യും. വെറും 2 ദിവസത്തിനുള്ളിൽ ഈ സംഭവം ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുണ്ടായ പ്രത്യേകത 2 സൈഡിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് തന്നെ അതിതീവ്രമായിട്ടുള്ള ഒരു ഫോറിൻ ബോഡി ആസ്പിറേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് കണക്കാക്കേണ്ടി വരും. അപ്പോൾ ഫുൾ അനസ്തീഷ്യ കൊടുക്കേണ്ട അവസ്ഥ വരും. അതുപോലെ തന്നെ പലവിധ ഉപകരണങ്ങളാണ് നമ്മൾ ഇതിന് ഫോറിൻ ബോഡി റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. അതിന് ബലൂൺ പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ഈ ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള ഫോറിൻ ബോഡീസിനെ ഡിസ്ലോഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഒരു ബാസ്ക്കറ്റ് പോലെയുള്ള ഒരു ഫോർസെപ്സ് ഉണ്ട്. അത് വെച്ചിട്ട് അതിനുള്ളിലോട്ട് അതിനെ ഇംബൈബ് ചെയ്തിട്ട് മാറ്റിയെടുക്കുകയാണ് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുക. ഇപ്പം അനസ്തീഷ്യ പോലുള്ള സംഗതികൾ കൊടുക്കുകയും അതുപോലെ തന്നെ അനസ്തീഷ്യ കൊടുക്കപ്പെടേണ്ട അവയവമാണ് ശ്വാസകോശം എന്ന് പറയുന്നത്. അപ്പം അതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ആഡഡ് റിസ്ക്. അതായത് നമ്മൾ ബ്രോങ്കോസ്കോപ്പി ചെയ്യുന്നതും ശ്വസനനാളികളിൽ കൂടെയാണ്, അനസ്തീഷ്യ കൊടുക്കുന്നതും ശ്വസനനാളികളിൽ കൂടെയാണ്, വെന്റിലേറ്ററിൽ കൂടെ ഓക്സിജൻ കൊടുക്കുന്നതും കാർബൺ ഡയോക്സൈഡൊക്കെ റിമൂവ് ചെയ്ത് പോകുന്നതും ഈ പറയുന്ന ശ്വസനനാളികളിൽ കൂടെയാണ്. സോ എവ്രിതിങ് ഈസ് ഹാപ്പനിങ് അറ്റ് എ സിംഗിൾ പ്ലേസ് എന്നുള്ളതാണ് ഈ പ്രൊസീജിയറിൻ്റെ ഒരു ക്രൂഷ്യാലിറ്റീനെ നിർണ്ണയിക്കുന്നത്. അപ്പം ഈ കുട്ടിക്ക് 2 സൈഡിൽ നിന്നും നമ്മൾ ഏകദേശം ഒരു 1.5 hours കൊണ്ട് നമ്മൾ ബദാം എടുത്ത് മാറ്റുകയും അതിനുശേഷം അന്ന് തന്നെ കുട്ടീനെ വെന്റിലേറ്ററിൽ നിന്ന് റിമൂവ് ചെയ്യുകയും പിന്നെ ഇൻഫെക്ഷന് വേണ്ടിയിട്ടുള്ള ആൻറ്റിബയോട്ടിക് കോഴ്സ് കഴിഞ്ഞതോടുകൂടി കുട്ടി പൂർണ്ണ ആരോഗ്യവതിയായി ഡിസ്ചാർജ് ആവുകയാണ് ഉണ്ടായിട്ടുള്ളത്.
അപ്പം എല്ലാവരോടും പൾമണറി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സന്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ എസ്പെഷ്യലി ഫുഡ് ഇൻടേക്ക് സംസാരിക്കുക എന്ന് പറയുന്ന കാര്യം ചെയ്യാൻ പാടില്ല. ചിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ശബ്ദനാളികളിൽ കൂടെ വോക്കൽ കോഡിൻ്റെ ഉള്ളിൽ കൂടെ ഈ പറയുന്ന ആസ്പിറേഷൻസ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആസ്പിറേഷൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാധാരണഗതിയിൽ വളരെ തീവ്രമായിട്ടുള്ള രീതിയിലുള്ള ചുമ ആ സമയത്ത് ഉണ്ടാവും. പലപ്പോഴും നമ്മുടെ ചുമച്ച് ചെറിയ ഫോറിൻ ബോഡിയൊക്കെ ആണെങ്കിൽ നമ്മൾ പുറത്തോട്ടെടുത്ത് തുപ്പിക്കളയും. ചിലവർക്ക് അത് താഴോട്ട് അത് വളരെ ദീർഘമായിട്ടുള്ളൊരു ഇൻസ്പിറേറ്ററി ഫ്ലോ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് താഴോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇതുപോലെ ഇമ്പാക്റ്റഡ് ആയിട്ടിരിക്കും. എസ്പെഷ്യലി ചെറിയ കുട്ടികളൊന്നും പലപ്പോഴും അത് ചുമച്ച് പുറത്തേക്ക് കളയാൻ പറ്റില്ല. ബിക്കോസ് അവരുടെ ശ്വസനനാളിയും ചെറിയ ഡയമീറ്റർ വ്യാപ്തി വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇമ്പാക്റ്റഡ് ഫോറിൻ ബോഡീസ് എന്ന് പറയുന്നത് വരുന്നത്. ഇത് മെയിൻ ശ്വസനനാളികളിലൊക്കെ ബ്ലോക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു മേജർ എമർജൻസി ആയിരിക്കും. നമുക്ക് ശ്വാസം കിട്ടാതെ മരണപ്പെടുന്ന അവസ്ഥ വരെ വരാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള അവസ്ഥകളിലാണ് നമ്മൾ ഹെംലിക്സ് മാനുവർ എന്ന് പറയുന്ന പലപ്പോഴും ഫോറിൻ ബോഡി റിമൂവലിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്തൊക്കെ ഇപ്പോൾ ആശുപത്രിയുടെ ഉള്ളിൽ അല്ല പുറത്ത് തന്നെ ചെയ്യേണ്ട ഹെംലിക്സ് മാനുവർ എന്ന് പറയുന്ന കാര്യം ചെയ്യേണ്ടുന്നത്. ഇത്രയെല്ലാമാണ് ഫോറിൻ ബോഡി ആസ്പിറേഷനെ പറ്റിയിട്ടും അതിൻ്റെ ചികിത്സയെ പറ്റിയിട്ടും ഇന്നിവിടെ പറയാൻ ആഗ്രഹിച്ച്. നന്ദി.